ന്യൂസ് ടെൻസ് കഴിഞ്ഞ ദിവസം പ്രേക്ഷകരുമായി പങ്കുവച്ച ഒരു വാർത്തയുണ്ടായിരുന്നു. അത് ആലപ്പുഴയിൽ നിന്നായിരുന്നു. അവിടെ ആയിരങ്ങൾ വന്നുപോയ ആലപ്പുഴ വണ്ടർഫാൾസ് വെള്ളച്ചാട്ടം, ആ വെള്ളച്ചാട്ടത്തിന് ഉപയോഗിച്ചത് മനുഷ്യ വിസർജ്യം കൊണ്ട് മലിനപ്പെട്ട ജലം ആയിരുന്നു എന്ന വാർത്തയാണ് ചേർത്ത് വെക്കാനുള്ളത്. ന്യൂസ് 18 ബിഗ് എക്സ്ക്ലൂസീവാണ് പ്രേക്ഷകരുമായി ഈ വാർത്ത പങ്കുവെക്കുന്നത്. അതായത് ആയിരക്കണക്കിന് ആളുകൾ, നമുക്കറിയാം ഈ അവധിക്കാലത്തടക്കം കാർണിവലുകൾ പോലെയുള്ളവ സംഘടിപ്പിക്കുക എന്നത് പതിവാണ്. അങ്ങനെ കാർണിവലുകളും മറ്റുമൊക്കെ സംഘടിപ്പിക്കപ്പെട്ട പശ്ചാത്തലത്തിലായിരുന്നു ഈ കൃത്രിമ വെള്ളച്ചാട്ടം. ആ കൃത്രിമ വെള്ളച്ചാട്ടത്തിന് വേണ്ടി തയ്യാറാക്കിയ ജലം, അതിനുവേണ്ടി ഉപയോഗിച്ച ജലം അങ്ങേയറ്റം മലിനപ്പെട്ട ജലം ആയിരുന്നു എന്ന വിവരം കൂടി ആണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. പ്രത്യേകിച്ച് ആ മലിന ജലം ഉപയോഗിച്ചു എന്നത് മാത്രവുമല്ല, മനുഷ്യ വിസർജ്യം കൊണ്ട് മലിനപ്പെട്ട ജലം ആണ് ഈ വാട്ടർഫോൾസിന് വേണ്ടി തയ്യാറാക്കിയത് എന്നുള്ളതാണ് എടുത്തു പറയേണ്ടത്. ഇപ്പോഴിതാ ജലത്തിൽ വൻതോതിലുള്ള കോളിഫോം ബാക്ടീരിയയുടെ അംശം ആണ് കണ്ടെത്തുന്നത്. അതിൻ്റെ അളവ് എന്നത് അങ്ങേയറ്റം ഗൗരവതരമാണ് എന്നുള്ളതാണ്. 100 മില്ലി ലിറ്റർ ജലത്തിൽ 1000 ബാക്ടീരിയ എന്ന നിലയിൽ വളരെ ഉയർന്ന തോതിൽ ഉള്ള റിപ്പോർട്ട് ആണ് ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ളത്. ഒപ്പം കക്കൂസുകളിൽ നിന്നുള്ള മനുഷ്യ വിസർജ്യം ഈ ഭൂഗർഭ ജലവുമായി കലർന്നിട്ടുണ്ട് എന്ന നിരീക്ഷണത്തിലേക്ക് ആണ് ഇതുമായി ബന്ധപ്പെട്ട് നടത്തിയ പരിശോധനയിൽ എത്തിയിട്ടുള്ളത്. അതുമാത്രവുമല്ല, നമ്മൾ കഴിഞ്ഞ ദിവസം ഇത് വിശദമായി റിപ്പോർട്ട് ചെയ്തിരുന്നു. അതായത് പല ആളുകളും, അതായത് ആയിരക്കണക്കിന് ആളുകൾ വന്നു പോകുന്ന സ്ഥലത്ത് ആരോഗ്യപരമായ ഒരു സുരക്ഷാ സംവിധാനങ്ങളും ഇല്ലാതെയാണ് ഈ പരിപാടി സംഘടിപ്പിച്ചത് എന്നത്. അപ്പോൾ ആ ഷോയിലൊക്കെ പങ്കെടുത്ത പല ആളുകൾക്കും ബുദ്ധിമുട്ടുകൾ നേരിടുകയും അങ്ങനെ പലരും ചികിത്സ തേടുകയും ചെയ്തു എന്നതാണ് വിവരം. ഈ വാർത്തയുടെ വിശദാംശങ്ങളുമായി ശരണ്യ സ്നേഹജൻ ആണ് തുടരുന്നത്. ശരണ്യ, ഇന്നലെ നമ്മൾ ഈ വാർത്ത വിശദമായി റിപ്പോർട്ട് ചെയ്തു. അതായത് ദിവസങ്ങൾ നീണ്ട ഒരു കാർണിവൽ, അതിനുശേഷം ആ സംഘം ഇപ്പോഴും അതിൻ്റെ ഭാഗങ്ങൾ അഴിച്ചു മാറ്റിയിട്ടില്ല. അപകട ഭീതി ഉയർത്തിക്കൊണ്ടുള്ള നിർമ്മാണം സാമഗ്രികൾ അവിടെ തുടരുന്ന പശ്ചാത്തലമുണ്ട്. മലിനമായ ജലം ഉപയോഗിച്ചു, കക്കൂസ് ടാങ്കുകൾ അനധികൃതമായി തന്നെ നിർമ്മിച്ചു എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് എന്നതെല്ലാം നമ്മൾ പ്രേക്ഷകരുമായി പങ്കുവച്ചു. ഇപ്പോൾ എന്തൊക്കെ വിവരങ്ങളാണ് കൂടുതലായി നമുക്ക് ലഭിക്കുന്നത്? അഭിലാഷ, കഴിഞ്ഞ ദിവസം നമ്മൾ പുറത്തുവിട്ട സംഭവങ്ങൾ, അതായത് ആലപ്പുഴ ബീച്ചിൽ സംഘടിപ്പിച്ച കാർണിവലുമായി ബന്ധപ്പെട്ട, അതായത് കഴിഞ്ഞ 2 മാസത്തെ വേനലവധി കാലത്താണ് ആലപ്പുഴ ബീച്ചിൽ വണ്ടർഫാൾസ് എന്ന പേരിൽ ഒരു സിയാൻ എന്ന കമ്പനി പാലക്കാട് സ്വദേശിയായ ഷഫാന എന്ന സ്ത്രീയുടെ ലൈസൻസിൽ ഇത്തരത്തിലൊരു എക്സിബിഷൻ സംഘടിപ്പിച്ചത്. അതിൽ ഒരു കൃത്രിമ വെള്ളച്ചാട്ടം സംഘടിപ്പിച്ചിരുന്നു. വലിയ ഉയർന്ന ഭിത്തികൾ ഉയർത്തിക്കൊണ്ട് അതിലൂടെ വെള്ളം താഴത്തേക്ക് ഒലിച്ചിറങ്ങുന്ന രീതിയിലായിരുന്നു ഈ വെള്ളച്ചാട്ടം ക്രമീകരിച്ചിരുന്നത്. ആളുകൾക്ക് ചെന്ന് 190 രൂപയുടെ ടിക്കറ്റ് എടുത്താൽ അതിനകത്ത് പ്രവേശിച്ച് ഈ വെള്ളച്ചാട്ടത്തിൽ കുളിക്കാനും ഒപ്പം തന്നെ നമുക്ക് ആ വെള്ളത്തിൽ ഉള്ള റൈഡുകളായിരുന്നു അതിനകത്ത് ഉണ്ടായിരുന്നത്. എന്നാൽ ഏറ്റവും പ്രധാനപ്പെട്ടതായി വരുന്നത്, നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞു, ഇതിന് ശേഷമുണ്ടായ ഗുരുതര പാരിസ്ഥിതിക ആഘാതം ഉണ്ടാക്കുന്ന രീതിയിലുള്ള നിർമ്മാണ പ്രവർത്തനങ്ങൾ ഇതിന്റെ പ്രവർത്തനവുമായി അല്ലെങ്കിൽ ഇതിന് സജ്ജീകരണങ്ങൾ ഒരുക്കുന്നതിന്റെ ഭാഗമായി ആലപ്പുഴ ബീച്ചിൽ നടന്നു എന്നുള്ളതാണ്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് കുഴിക്കക്കൂസുകളായിരുന്നു. അതായത് ഈ പ്രാകൃതമായ രീതിയിൽ ചെയ്തു എന്ന് തന്നെ പറയാം. സെപ്റ്റി ടാങ്കുകൾ എന്ന് പോലും പറയാൻ കഴിയില്ല, മറിച്ച് റിങ്ങുകൾ ഇറക്കി മണ്ണിലേക്ക് കക്കൂസ് മാലിന്യം ഒഴുക്കുന്ന രീതിയിലായിരുന്നു അവിടുത്തെ ശുചിമുറികൾ എന്നുള്ളത് നമ്മൾ കണ്ടെത്തിയിരുന്നു. ഈ ശുചിമുറികൾക്ക് മീറ്ററുകൾ മാത്രം വ്യത്യാസത്തിലാണ് കുഴൽക്കിണറുകളും താഴ്ത്തിയിരുന്നത്. വലിയ തോതിൽ ജലം ആവശ്യമുള്ള ഒരു ക്രമീകരണമായിരുന്നു ഈ വണ്ടർഫാൾസിന്റെ ഭാഗമായി ഉണ്ടായിരുന്നത്. ആ ജലം എത്രമാത്രം മലിനമായിരുന്നു എന്നതിന്റെ രേഖകളാണ് ഇപ്പോൾ നമുക്ക് ലഭ്യമായി തുടങ്ങിയിരിക്കുന്നത്. അതിൽ കഴിഞ്ഞ ദിവസം നമ്മൾ വിവരം അറിയിച്ചതിനെ തുടർന്ന് പരിസ്ഥിതി ഗവേഷകരും ഒപ്പം തന്നെ ആലപ്പുഴയിലെ അന്താരാഷ്ട്ര കായൽ ഗവേഷണ കേന്ദ്രത്തിലെ സയന്റിസ്റ്റുകളായ ഡയറക്ടറുടെ നേതൃത്വത്തിൽ ഡോക്ടർ പത്മകുമാറിന്റെ നേതൃത്വത്തിൽ തന്നെ ഒരു സംഘം ഇവിടെ എത്തി. അതിനകത്ത് അഗ്രികൾച്ചർ ഡെപ്യൂട്ടി ഡയറക്ടർ ക്യൂനോ അടക്കമുള്ള ആളുകൾ ഉണ്ടായിരുന്നു, മറ്റ് പരിസ്ഥിതി ഗവേഷകരുണ്ടായിരുന്നു. അവർ ശേഖരിച്ച സാമ്പിളിലാണ്, ഈ സാമ്പിളിന്റെ ഫലമാണ് നമുക്ക് ലഭ്യമായിട്ടുള്ളത്. അതുപ്രകാരം അവർ വ്യക്തമാക്കിയത് അതിൽ കക്കൂസ് മാലിന്യം, അതായത് അത്രയും കക്കൂസ് മാലിന്യം കൊണ്ട് മലിനമാക്കപ്പെട്ട ജലമായിരുന്നു അത് എന്നുള്ളത് സംശയമില്ലാതെ പറയാൻ കഴിയും. കാരണം അതിനകത്ത് കോളിഫോം ബാക്ടീരിയയുടെ അളവ്, അതായത് 100 മില്ലി ലിറ്റർ വെള്ളം എടുക്കുകയാണെങ്കിൽ അതിനകത്ത് ഉണ്ടായിരുന്നത് 1000-ലധികം കോളിഫോം ബാക്ടീരിയയുടെ അളവാണ് എന്നുള്ളതാണ്. അങ്ങേയറ്റം മലിനപ്പെട്ട നമ്മുടെ ജലാശയത്തിന്റെ അല്ലെങ്കിൽ കക്കൂസ് ടാങ്കുകൾ കണക്ഷനുകൾ തുറന്നുവിടുന്ന ജലാശയത്തിന്റെ ഭാഗത്ത് പോലും 500 കോളിഫോം ബാക്ടീരിയകളാണ് ഈ 100 ml കാണിക്കുന്നതെങ്കിൽ അതിനേക്കാൾ കൂടുതലായിരുന്നു ഇവിടെ
ഇവിടുത്തേത് എന്നുള്ളതാണ്. അതായത് 100 ml വെള്ളം എടുക്കുകയാണെങ്കിൽ അതിൽ 10 കോളിഫോം ബാക്ടീരിയകൾ ഉണ്ടെങ്കിൽ പോലും അത് ആരോഗ്യത്തിന് ഹാനികരമാണ്. അവിടെയാണ് 1000-ലധികം കോളിഫോം ബാക്ടീരിയകളെ ഈ 100 ml വെള്ളത്തിൽ കണ്ടെത്തി എന്നുള്ളതാണ്. അവർ 3 ഇടത്ത് നിന്നാണ് സാമ്പിൾ, നമ്മുടെ സാന്നിധ്യത്തിൽ തന്നെയായിരുന്നു സാമ്പിളുകൾ ശേഖരിച്ചത്. അതായത് ഈ വണ്ടർഫോൾസ് എന്ന വെള്ളച്ചാട്ടത്തിന്റെ താഴത്തേക്ക് വന്ന് അവിടെ വെള്ളം സ്റ്റോർ ചെയ്യുന്ന സ്ഥലത്തു നിന്നും വെള്ളം എടുത്തു, വെള്ളം പമ്പ് ചെയ്യുന്ന സ്ഥലത്തു നിന്നും എടുത്തു. അങ്ങനെ കുഴൽക്കിണർ അടക്കമുള്ള ഭാഗങ്ങളിൽ നിന്നും ശേഖരിച്ച വെള്ളത്തിന്റെ സാമ്പിളുകളുടെ റിസൾട്ടാണ് ഇപ്പോൾ ലഭ്യമായിട്ടുള്ളത്. അതായത് അവിടെ വന്ന് ഈ ആയിരക്കണക്കിന് ആളുകൾ, അതായത് വലിയ തിരക്കാണ്, 45 ലക്ഷം രൂപയുടെ ടിക്കറ്റ് വരെ ഒരു ദിവസം വിറ്റുപോയ ദിവസങ്ങളുണ്ട്. അപ്പോൾ അവിടെ എത്തിയ ആളുകളെ ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങളിലേക്ക് തള്ളിവിടുന്ന രീതിയിൽ യാതൊരുവിധ ശാസ്ത്രീയ പരിശോധനകളും ഇല്ലാതെ ഈ വെള്ളം ശുചീകരണം എന്ന പേരിൽ ചെറിയ ക്ലോറിനേഷൻ മാത്രം കാണിച്ച് അതിനപ്പുറത്തേക്ക് ഇത്രയും ബൾക്ക് ക്വാണ്ടിറ്റി വെള്ളമാണ് അവിടെ വന്നത്. കാരണം നമുക്കറിയാം ഭീമാകാരന്മാരായ 2 വാളുകളാണുള്ളത്. ഈ വാളുകൾ കൂടിയാണ് ഈ ജലം രാവിലെ മുതൽ രാത്രി വരെയാണ് ഇത് തുറന്ന് പ്രവർത്തിച്ചുകൊണ്ട്. അപ്പോൾ ഈ 10 മണി സമയം വരെ ഈ വലിയ വാളുകളിലൂടെ കടത്തിവിടുന്ന വെള്ളം ഈ അവിടെ നിന്ന് ഭൂഗർഭ ജലം ശേഖരിച്ച് ഉൾപ്പെടെയുള്ള വെള്ളമാണ് ഉപയോഗിച്ചത്. ഈ കുഴിക്കക്കൂസുകളും ഭൂഗർഭ ജലം സ്വീകരിക്കുന്നതിന് വേണ്ടി അവിടെ അനധികൃതമായി കുഴിച്ച കുഴൽക്കിണറുകളും 3 മീറ്ററുകൾ പോലും വ്യത്യാസത്തിലില്ല എന്നുള്ളത്. അതായത് ബീച്ചിലെ മണ്ണെന്ന് പറയുന്നത് മണലാണ്. ഈ മണലിലേക്ക് ഈ കുഴിക്കക്കൂസുകൾ, അതായത് ടാങ്കുകൾ പോലും ഇറക്കാതെ അടിയിൽ മണ്ണുള്ള ഭാഗത്തേക്ക് ഈ മാലിന്യം ഇറക്കി വിട്ടതോടുകൂടി ഭൂഗർഭ ജലവുമായി കലർന്നാണ് ഇത്തരത്തിൽ കോളിഫോം ബാക്ടീരിയകൾ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ് കായൽ ഗവേഷണ കേന്ദ്രത്തിലെ ആളുകൾ നമ്മളെ അറിയിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ അവിടെ സ്റ്റോക്ക് ചെയ്തിരിക്കുന്ന വെള്ളം പോലും അത് തുറന്ന് വിടേണ്ട സാഹചര്യം ഉണ്ടാവരുത്, മറിച്ച് അത് കൃത്യമായ ശുചീകരണത്തിലേക്ക് കടക്കണം നഗരസഭ എന്നുള്ള ഒരു വിവരം കൂടി അവർ പങ്കുവച്ചിട്ടുണ്ട്. ഔദ്യോഗികമായ ഒരു അന്വേഷണം ആരംഭിക്കുകയാണെങ്കിൽ തീർച്ചയായും അതിനകത്തേക്ക് വേണ്ട ഈ റിപ്പോർട്ടുകൾ അടക്കം നൽകുമെന്നുള്ളത് ഡോക്ടർ പത്മകുമാർ ഉൾപ്പെടെയുള്ള ആളുകൾ വ്യക്തമാക്കിയിട്ടുണ്ട്. നഗരസഭ സൂചിപ്പിക്കുന്ന പോലെ, അതായത് ശരണ്യ, ഔദ്യോഗികമായ ഒരു അന്വേഷണം നടക്കുകയാണെങ്കിൽ എന്നുള്ളതാണ്. ഇതാ നമുക്ക് ആ ദൃശ്യങ്ങളിൽ കാണാം. അതായത് ഒരു ആക്രി കൂമ്പാരം പോലെയാണ് ആ കാർണിവൽ നടന്ന പ്രദേശം. അത് പൊളിച്ചു മാറ്റാനുള്ള സമയമൊക്കെ അതിക്രമിച്ചു കഴിഞ്ഞു. ഇനിയിപ്പോൾ കാലവർഷം എത്തിയും കഴിഞ്ഞു. എന്താകും അവസ്ഥ എന്നത് പറയേണ്ടതില്ല. എങ്ങനെയാണിത് കണ്ടില്ല എന്ന് ഭരണകൂടത്തിന് സാധിക്കുന്നത്? പ്രത്യേകിച്ച് അതിനിടയിലും ഐ ലവ് ആലപ്പി എന്ന തരത്തിലുള്ള ഒരു ബോർഡ് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് ആ കൂമ്പാരത്തിനിടയിലും. അതാണ് കൗതുകകരം. ഇതിപ്പോൾ നമ്മൾ കഴിഞ്ഞ ദിവസം തന്നെ സൂചിപ്പിച്ചു കഴിഞ്ഞു. ഇത് ഭരണപക്ഷമോ പ്രതിപക്ഷമോ ഒന്നും അറിയാതെയല്ല, മൗനാനുവാദത്തോടു കൂടി നടക്കുന്നു. ഉദ്യോഗസ്ഥർക്കും കണ്ണടക്കേണ്ടതായി വരുന്നു. ഈ വാർത്ത പുറത്തു വന്നതിന് ശേഷമെങ്കിലും ഏതെങ്കിലും കോണുകളിൽ നിന്ന് വേണ്ടപ്പെട്ടവരുടെ ശ്രദ്ധ ഈ വിഷയത്തിൽ പതിഞ്ഞു എന്ന് തോന്നുന്നുണ്ടോ ശരണ്യ? ഇത് എന്തായാലും ഈ സംഭവം, അതായത് വാർത്ത പുറത്തു വന്നതിന് പിന്നാലെ തന്നെ അമ്പലപ്പുഴ മണ്ഡലത്തിന്റെ അതിരി ഭാഗത്താണ് ഈ ബീച്ചിൽ ഈ നിർമ്മാണം നടന്നിട്ടുള്ളത്. അമ്പലപ്പുഴ MLA ജി സുധാകർ ഇന്നലെ ജില്ലാ കളക്ടറും ഷാജീവ് നായരുമായി ബന്ധപ്പെട്ടിട്ടുണ്ടായിരുന്നു. ഇതിനകത്ത് അന്വേഷണം നടത്തണമെന്ന് അദ്ദേഹം നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അതിനോടൊപ്പം തന്നെ ടാക്സ് വെട്ടിപ്പ് സംബന്ധിച്ചും നമ്മൾ ഇന്നലെ സൂചിപ്പിച്ചതുപോലെ തന്നെ വിനോദ നികുതി ഇനത്തിൽ കൃത്യമായ തുക കാരണം അഭിലാഷ്, ഇവിടെ അതീവ തിരക്കാണ് ഈ 2 മാസക്കാലം ഇവിടെ ഉണ്ടായിരുന്നത് എന്നുള്ളതാണ്. ബീച്ചിൽ അത്ര കണ്ടത് വിശേഷ ദിവസങ്ങളിലൊക്കെയാണ് ഞാൻ പറഞ്ഞ പോലെ 45 ലക്ഷം രൂപയുടെ ടിക്കറ്റ് വരെ വിറ്റുപോയിട്ടുണ്ട്. പക്ഷേ തുച്ഛമായ തുക മാത്രമാണ് നഗരസഭയ്ക്ക് ഒടുക്കിയിട്ടുള്ളത് എന്ന് പറയുന്നു. ഇതിനിടയിൽ പലതവണ നഗരസഭ റെയ്ഡ് ചെയ്ത് അനധികൃത ടിക്കറ്റുകൾ പിടിച്ചു. പക്ഷെ തുടർ നടപടികൾ അവിടെ ഉണ്ടായില്ല എന്നുള്ളതാണ്. അത്തരത്തിൽ ഉള്ള കാര്യങ്ങളൊക്കെ ഇത് നടന്നിട്ടുണ്ട്. അപ്പോൾ ടാക്സ് വെട്ടിപ്പ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നടന്നിട്ടുണ്ടോ, പരിസ്ഥിതി മലിനീകരണം ഉണ്ടായിട്ടുണ്ട് എന്നുള്ള സ്ഥിരീകരണം അദ്ദേഹത്തിന് MLA ഭാഗത്തു നിന്ന് കൂടി ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ജില്ലാ കളക്ടർ ഇത് അന്വേഷിച്ച് അതിനകത്ത് വേണ്ട പ്രോസിക്യൂട്ട് ചെയ്യണമെങ്കിൽ അത്തരം ശിക്ഷാ നടപടികളിലേക്ക് കൂടി കടക്കണമെന്നുള്ള ഒരു നിർദ്ദേശമാണ് ജി സുധാകരൻ MLA ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുള്ളത്. ഇതിൽ അഭിലാഷ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ലൈസൻസിയായി വന്നിരിക്കുന്നത് ഒരു പാലക്കാട് സ്വദേശി ഷഫാനയാണ്. സിയാൻ എന്ന കമ്പനിയുടെ ഭാഗമായാണ് ഈ ഒരു വെള്ളച്ചാട്ടം ഉള്ള ഈ കൃത്രിമ വെള്ളച്ചാട്ടത്തിന്റെ ക്രമീകരണം ഒരുക്കിയിരിക്കുന്നത്. പക്ഷേ വാട്ടർ തീം പാർക്കുകളിൽ കൃത്യമായി ഇത്തരത്തിൽ ജലം ഉപയോഗിക്കുന്ന ഇടങ്ങളിലെല്ലാം പ്രത്യേകിച്ച് സ്ത്രീകളും കുട്ടികളും അടക്കം ആ ദൃശ്യങ്ങളൊക്കെ നമുക്ക് കാണാം. കുഞ്ഞുങ്ങളൊക്കെയാണ് ഇരുന്ന് ആ വെള്ളത്തിലിരുന്ന് കളിക്കുന്നത്. അപ്പോൾ അങ്ങനെ വാട്ടർ തീം പാർക്കുകൾ ഇത്തരത്തിൽ സംവിധാനങ്ങൾ ഒരുക്കുന്നുണ്ടെങ്കിൽ അവിടെ കൃത്യമായി ശാസ്ത്രീയമായ പരിശോധനകൾ വേണം. അത് എല്ലാ ദിവസവും റെക്കോർഡിക്കലായി സൂക്ഷിക്കേണ്ട, രേഖകളായി സൂക്ഷിക്കേണ്ട കാര്യം കൂടിയുണ്ട്. അത്തരത്തിലുള്ള പരിശോധനകൾ നടന്നിട്ടുണ്ടോ, അല്ലെങ്കിൽ അതിനുവേണ്ടി എന്തുകൊണ്ട് ആരോഗ്യവകുപ്പ് ഉദ്യോഗസ്ഥർ ഇടപെട്ടില്ല എന്നുള്ള ചോദ്യമൊക്കെ വളരെ പ്രസക്തമാണ്. അവിടെ ഈ വെള്ളച്ചാട്ടത്തിൽ കുളിച്ച ആളുകൾക്ക് കണ്ണിൽ അടക്കം പ്രശ്നങ്ങൾ ഉണ്ടായിട്ട്, ചൊറിച്ചിലുകൾ അടക്കമുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടായിട്ട് അവരെ ആശുപത്രിയിൽ ചികിത്സ തേടിയിട്ടുള്ള വിവരം കൂടി നമുക്ക് ലഭ്യമാകുന്നുണ്ട്.
അങ്ങനെയാണെങ്കിൽ ഈ കടൽ ജലം, അതായത് നമുക്കറിയാം ഹൈ ടൈഡ് ലൈനിലാണ് ഇത്തരത്തിലൊരു കുഴൽക്കിണർ സ്ഥാപിച്ചിരുന്നത്. അവിടെ നിന്നും ഈ കടൽ ജലവും ഇത്തരത്തിൽ മലിനമായ ജലം കൂടി ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ അത് ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങളിലേക്ക്, പാരിസ്ഥിതിക ആഘാതത്തിനപ്പുറം അവിടെ വന്ന ജനങ്ങളോട് കാണിക്കുന്ന ഒരു വലിയ വഞ്ചനയാണ്. അപ്പോൾ അതിനകത്ത് കൃത്യമായ ഒരു അന്വേഷണം നടക്കണം എന്നുള്ളതാണ് വിവിധ കോണുകളിൽ നിന്ന് ഉയരുന്ന ആവശ്യം. തീർച്ചയായും അവധിക്കാലമായിരുന്നു, അതുകൊണ്ട് തന്നെ കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഇത്തരം കാർണിവലുകൾ വളരെ സജീവമായിരുന്നു. അതിനിടെയാണ് ആളുകൾക്ക് ഉല്ലാസം പകരുന്ന നിരവധിയായ സംവിധാനങ്ങൾ ഇങ്ങനെ ക്രമീകരിക്കാറുണ്ട്. അതെല്ലാം താൽക്കാലികമായി ക്രമീകരിക്കുന്നതാണ്. പക്ഷേ അവിടെ കൃത്യമായ സുരക്ഷാ സംവിധാനങ്ങൾ, ആരോഗ്യവകുപ്പിന്റെ നിരീക്ഷണം ഇതൊക്കെ ഉണ്ടായോ എന്ന സംശയം ആണ് ഉയർന്നത്. ഇവിടെ ഈ ആരോഗ്യവകുപ്പിന്റെ ഭാഗത്ത് നടക്കം വലിയ വീഴ്ച സംഭവിച്ചിട്ടുണ്ട് എന്നത് വ്യക്തമാകുന്ന റിപ്പോർട്ടുകൾ ആണ് പുറത്തു വരുന്നത്. അതുമാത്രവുമല്ല, ഈ കാർണിവൽ സമാപിച്ച് ദിവസങ്ങൾ പിന്നിടുമ്പോൾ പോലും അവർ അവിടെ നിന്ന് അവശിഷ്ടങ്ങൾ മാറ്റുന്നില്ല എന്നതുകൂടിയാണ്. ഒപ്പം കാർണിവലിൽ പല പ്രവർത്തനങ്ങളും കക്കൂസ് ടാങ്കികൾ അടക്കമൊക്കെ നിർമ്മിച്ചത് ഈ ജലത്തോട് ചേർന്നാണ് എന്നതൊക്കെ ഗുരുതരമായ അനാസ്ഥയുടെ തന്നെ തെളിവായി മാറുന്നുണ്ട് എന്നതാണ്. പക്ഷേ എപ്പോഴും ആ വിഷയത്തിൽ ഒരു അന്വേഷണത്തിന്, നടപടിക്ക് അവിടുത്തെ പ്രാദേശിക ഭരണകൂടം തയ്യാറാകുന്നില്ല. ഈ ഘട്ടത്തിൽ നടപടി ഉണ്ടാകുമോ എന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.